എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ നിലമ്പൂർ ഇലക്ഷനെക്കുറിച്ചാണ്. ജനങ്ങൾ കഷ്ടപ്പെട്ട് ഉള്ള വാഗ്ദാനവും കേട്ട് ഒരാളെ MLA ആക്കി. അദ്ദേഹം അന്ന് റിസൈൻ ചെയ്ത് വീണ്ടും മറ്റൊരു പേരിൽ അദ്ദേഹം വീണ്ടും ഇലക്ഷനിൽ നിൽക്കുന്നു. ഇത് ശരിക്കും പബ്ലിക്കിനെ വിഡ്ഢികളാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ദയവ് ചെയ്ത് പബ്ലിക് ഇതിനു വേണ്ടി ഇനിയുള്ളൊരു വോട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആർക്ക് ചെയ്യണം, എന്തിനു ചെയ്യണമെന്നുള്ള ഒന്ന് ചിന്തിച്ചാലും. നമ്മളെ സ്വസ്ഥമായി ഈ രാഷ്ട്രീയക്കാർ വിടാറില്ല. ഉള്ള വാഗ്ദാനങ്ങളും ഒക്കെ ചെയ്യും. MLA ആകും. MLA ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടത്തിനും അവരുടെ താന്തോന്നിത്തരം അവർ കാണിക്കും. എന്തെങ്കിലും കാട്ടിക്കൂട്ടിട്ടുണ്ട്. ഒന്നിൽ ജയിച്ച പാർട്ടിയിൽ നിന്നും അവർ റിസൈൻ ചെയ്യും, അല്ലെങ്കിൽ അത് റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കും. ഇത്രയ്ക്കും ഫൂളാണോ കേരളത്തിലുള്ള ജനങ്ങൾ? സോ എല്ലാ സുഹൃത്തുക്കളോടും കേരളത്തിലുള്ള പ്രത്യേകിച്ച് നിലമ്പൂരുള്ളവരോട് പറയുന്നു, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ 10 വട്ടം ഒന്ന് ആലോചിക്കുക. ആർക്കാണ് ചെയ്യേണ്ടത്, അവരിൽ എന്തായിരുന്നു അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി എല്ലാം ഓർത്ത് വേണ്ട ഒരു തീരുമാനം ചെയ്യുക, തീരുമാനത്തിലെത്തുക. കാരണം പലരും പല മോഹന വാഗ്ദാനങ്ങളും നൽകി പറ്റിച്ചു പോകും. അവസാനം അവരെ കാണില്ല. പിന്നെ വേറൊരു വേഷം കെട്ടി നമ്മുടെ മുന്നിൽ വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസിനെ ഒന്ന് മാറ്റി നിർത്തുക. തൻ്റെ ഇടവും കഴിവും സത്യസന്ധതയും ഉള്ളവരെ ജയിപ്പിക്കാൻ ശ്രമിക്കുക. ഇലക്ഷന് വേണ്ടി മാത്രം വായി തോരാതെ ഇപ്പം ആകും, എല്ലാം ആകും, ഇനിയും ആകും എന്നൊക്കെയുള്ള പല കുപ്രചരണങ്ങളുമായിട്ട് വന്നു ചേരുന്ന പലരും ഉണ്ടാകും. അവരെയെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. വീണ്ടും അബദ്ധങ്ങളിൽ പെടാതിരിക്കുക, ഫൂളാകാതിരിക്കുക. നിലമ്പൂരിലെങ്കിലും മനുഷ്യൻ മാറ്റിയിട്ട് ഇനി അടുത്ത് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, MLA വല്ലവരുടെയും ആരുടെയെങ്കിലും ജനങ്ങളുടെ വോട്ട് വാങ്ങി MLA ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറഞ്ഞത് 5 വർഷത്തേക്കെങ്കിലും ആ MLA ആയി മത്സരിക്കാനുള്ള ചാൻസ് ഉണ്ടാകരുത്. അത് പാർലമെൻറ്റിൽ ഒരു റെസൊല്യൂഷൻ മസ്റ്റായിട്ടുണ്ടാക്കണം. ഇതിൽ ഇല്ലെങ്കിൽ ഇതുമൂലം വൻ തുകകളാണ് ഗവൺമെൻറ്റിന് നഷ്ടപ്പെടുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കുക. ഈ മറുകണ്ഠം ചാടുന്നവരെ ഒന്ന് കൂച്ചുവിലം കെട്ട് ചെയ്യുക. അവർ ആരെന്ന് ജയിച്ചോ അവർ പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക. പക്ഷേ 5 വർഷം വരെ അവർക്ക് MLA ഇലക്ഷന് മത്സരിക്കാനുള്ള വിലക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് ചെറിയൊരു ഒരു മാറ്റമെങ്കിലും ഉണ്ടാകൂ. ഇല്ലെങ്കിൽ ഇവർ മനുഷ്യരെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഒരു രീതിയിലും ഇവരുടെ ആ ഹാബിറ്റ്സ് ഇവർ മാറ്റത്തില്ല. ഇവരുടെ സ്വഭാവം എന്നും ഇവരിൽ തന്നെ ഉണ്ടാകും. അതായത് പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കുറ്റം പറയുന്ന ഒരു ചിലവർ വിരലെണ്ണാവുന്ന ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്തവർക്ക് ലെഫ്റ്റ് എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കും. ഇവരെവിടെയും ഏതിലും കയറി ചേക്കർ അവിടെ ചെന്ന് അവിടെ കുട്ടിക്കലശം ഉണ്ടാക്കി അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇതിനൊന്ന് ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട നിലമ്പൂരുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ചുമ്മാ ഈ കപടവേഷം കെട്ടി വരുന്നവരെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാം നിങ്ങളുടെ നാട്ടിൽ ആര് എന്താണ് എങ്ങനെയാണെന്ന്. അതിനെ മനസ്സിലാക്കിയിട്ടായിരിക്കണം നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ട. നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറച്ച ഒരു തീരുമാനമായിട്ടായിരിക്കണം നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത്. ഇനിയും ഫൂളാകാതിരിക്കുക. നിങ്ങളെ വിഡ്ഢികളാക്കാൻ വിഡ്ഢിവേഷം കെട്ടി പലരും വരും. അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.